إن الحمد لله وحده نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു മുത്തഖിയായി ജീവിച്ച് നാളെ പരലോകത്ത് സ്വർഗാവകാശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അതിലുൾപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കുണ്ടാവണം, ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമുക്കുണ്ടാകണം. അതിനെല്ലാം പുറമെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ സംബന്ധിച്ചും ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ തന്നെ മാസങ്ങളെ 12 നിശ്ചയിച്ചതും മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങളെ പ്രത്യേകമായിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളാക്കി അള്ളാഹു നിശ്ചയിച്ചതും ഒക്കെ ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട്, ദുൽഖഅദ മാസവുമായി ബന്ധപ്പെട്ടൊക്കെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ എന്നാൽ എന്താണ്, എന്താണ് ആ പവിത്രത സൂചിപ്പിക്കുന്നത്, നമ്മൾ ആ മാസത്തിൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത് എന്തൊക്കെയാണ് എന്നതുമൊക്കെ നമ്മൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, അതുപോലെ റജബ്. ഈ 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസം, അഥവാ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ മാസം, അക്കൂട്ടത്തിൽ ഏറ്റവും
പരിഗണിക്കപ്പെടുന്ന മാസം, ആ ഒരു മാസത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. മുഹറം മാസം. ആ മാസത്തിന്റെ പേര് തന്നെ മുഹറം എന്നാണ്, പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. നമ്മൾ മസ്ജിദുൽ ഹറം എന്നൊക്കെ പറയുന്നത് പോലെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ആ പേരിൽ തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്ന വിശേഷണമുള്ള ഒരു മാസമാണ് മുഹറം മാസം. അറബി മാസത്തിൽ ചന്ദ്രമാസങ്ങളിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം മാസം. നമ്മൾ പക്ഷെ പലരും അങ്ങനെ അറബി മാസത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കലണ്ടറിൽ ഒരു പുതിയ വർഷം ആരംഭിച്ചത് ഒരു പക്ഷെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആഷുറാന്റെ ഒരു നോമ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മാസം ഇങ്ങനെ വന്നു പോകുന്നത് പോലും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ, പ്രത്യേകമായ അങ്ങനെ ഒരു ഇബാദത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ പോലും ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 32-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞത് ദാലിക വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അഥവാ അള്ളാഹു ആദരിച്ചതിനെ, അള്ളാഹു പവിത്രമാക്കിയതിനെ ആരെങ്കിലും അതിനെ ആ രൂപത്തിൽ പരിഗണിച്ചാൽ, അതിനെ തഅദീം ചെയ്താൽ, അതിനെ മഹത്വപ്പെടുത്തിയാൽ, ഇത് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണ്, ആ ഒരു മാസത്തിന്റെ ആരംഭമാണ്. മുഹറം മാസം ഒന്നാണ്. ഇത് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഏറ്റവും പവിത്രത ഉൾക്കൊള്ളുന്ന മാസമാണ് എന്നൊക്കെ ഒരു പരിഗണന ആ മാസത്തിന് കൊടുക്കുന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലുള്ള തഖ്വയെ ആണ് സൂചിപ്പിക്കുന്നത്, ഒരാളുടെ ഈമാനിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സ്ഥലങ്ങളിൽ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച്, ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ അള്ളാഹു പള്ളികളെ സംബന്ധിച്ച് പറഞ്ഞു ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആദരിച്ച പള്ളിയോടൊരു ബഹുമാനവും ആദരവും ഒരാൾ കാണിച്ചാൽ അയാൾ അള്ളാഹു ആദരിച്ച ഒന്നിനെ തഅദീം ചെയ്യുകയാണ്, മഹത്വം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ എല്ലാ ചിഹ്നങ്ങളും, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ, സ്ഥലങ്ങൾ, സമയങ്ങൾ, ഇതെല്ലാം ഒരാൾ ആദരിക്കുക എന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതെല്ലാം ഒരാളുടെ ഹൃദയത്തിലുള്ള തഖ്വയെ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ മാസങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നതോ, ഒരു റജബ് മാസമാകുന്നതോ, ഒരു ദുൽഖഅദ ദുൽഹിജ്ജ ഒന്നും, പലപ്പോഴും ഒരു ഹജ്ജൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള പ്രത്യേകമായ കർമ്മങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി അറിയുന്നു, പഠിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നതിലുപരി മാസങ്ങളെ പറ്റി അതിനൊരു പരിഗണനയും കാര്യങ്ങളും കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. നമ്മളെല്ലാം ആ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതാണ്. ഇന്ന് മുഹറം 3-ാമത്തെ ദിവസമാണ്. 2 ദിവസങ്ങൾ ഓൾറെഡി പിന്നിട്ടിട്ടുണ്ട്. നമുക്ക് ഈ മാസത്തെ പറ്റി, ഈ മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ള ഒരു പരാമർശം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അഫ്ളലുസ്സിയാം, അഫ്ളലുസ്സിയാം, ഏറ്റവും അഫ്ളലായ നോമ്പ് ബഅദ റമളാൻ, റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായ നോമ്പ് എന്ന് പറയുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം, ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന്, അത് മുഹറം മാസമാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് റമളാനിന് ശേഷം ഒരാൾ എടുക്കുന്ന ഏറ്റവും അഫ്ളലായ നോമ്പുള്ളത് എന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ പറഞ്ഞ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം. മറ്റൊരു മാസത്തിനും, റമളാൻ മാസത്തിനോ മറ്റൊരു മാസത്തിനും അള്ളാഹുവിന്റെ മാസം എന്ന ഒരു വിശേഷണം ഹദീസുകളിലോ ഖുർആനിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാസങ്ങളെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായി എടുത്തു പറഞ്ഞ ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ഗൗരവം, അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മഹത്വം. ഇനി എന്താണ് നമ്മൾ ഈ മഹത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിങ്ങനെ ഒരു മാസമാണ് എന്ന് നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കലാണോ? എന്താണ് ബഹുമാനം, ആദരവ് എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ പള്ളിയെ ആദരിക്കുക, പള്ളിയെ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ? ഇതുപോലെ ആ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നത് എങ്ങനെയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കിയ മാസങ്ങളിൽ നന്മകൾ കൂടുതൽ ചെയ്യാൻ ആവേശമുള്ള ആളുകളായി നമ്മൾ മാറണം. അതിനേക്കാൾ ഗൗരവത്തോടുകൂടി തിന്മകളെ അതീവ ഗുരുതരമായി പരിഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. കാരണം മുമ്പ് ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് അറഫയുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത്, അതിനി വീണ്ടും ആവർത്തിക്കുന്നില്ല, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരാൾ തിന്മയിൽ ഏർപ്പെടുന്നത്, ഒരു തെറ്റ് ചെയ്യുന്നത്, ഒരു മോശം വാക്ക് പറയുന്നത് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വളരെ ഗുരുതരമായി ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. മറ്റു മാസങ്ങളിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക ഒരു തെറ്റൊരാൾ ചെയ്തതിന്റെ പേരിൽ. അതുപോലെയല്ല മുഹറം മാസത്തിൽ, അതുപോലെയല്ല റജബ് മാസത്തിൽ, അതുപോലെയല്ല കഴിഞ്ഞ 2 മാസങ്ങളിൽ. പവിത്രമാക്കിയ മാസങ്ങളെ തഅദീം ചെയ്യുക, മഹത്വപ്പെടുത്തുക, നമ്മളും ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മാസത്തിൽ തിന്മകളോട് പൂർണ്ണമായും വിട പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. എല്ലാ മാസത്തിലും തെറ്റ് തന്നെയാണ്. തെറ്റുകൾ എല്ലാ മാസത്തിലും ഒഴിവാക്കണം, അതിനൊക്കെ ശിക്ഷയുണ്ട്, കുറ്റമുണ്ട്. പക്ഷെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരാൾ തിന്മകളിൽ ഏർപ്പെടുക, മോശം വർത്തമാനം പറയുക, പലിശയിൽ ഏർപ്പെടുക, ആളുകളുടെ കുറ്റം പറയുക, ഇതുപോലുള്ള തിന്മകളെയെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. കാരണം സാധാരണ മാസങ്ങളെ പോലെയല്ല, ശിക്ഷക്ക് ഇരട്ടിക്കിരട്ടി ശിക്ഷയായിരിക്കും ഒരാൾക്ക് എന്തുണ്ടാവുക, ഈ ഒരു മാസം അയാള് തിന്മകളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുക. കാരണം ഈ മാസങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതുമ്പോൾ അവർ രേഖപ്പെടുത്തുക, ആ മുഹറം എന്ന മാസത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് അതിന്റെ പവിത്രതയെ കൂടുതൽ ഊന്നൽ കൊടുത്തെടുത്ത് പറയുന്നവയാണ്. അതുകൊണ്ട് ആ മാസത്തെ ആ രൂപത്തിൽ പരിഗണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നോക്കൂ, ഇനി ഈ മാസത്തിൽ പ്രത്യേകമായി ഇബാദത്തുകളുണ്ടോ? എല്ലാ നന്മകൾക്കും പ്രത്യേകമായ പ്രതിഫലം ഈ മാസത്തിലുണ്ട്. നമ്മുടെ സാധാരണ നമസ്കാരങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങൾക്കും നോമ്പുകൾക്കും തിങ്കളാഴ്ച ദിവസം നോമ്പുണ്ട്, വ്യാഴാഴ്ച ദിവസം നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുകളുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരാൾക്ക് നോമ്പെടുക്കാം. റമദാനിന് നോമ്പ് പിടിച്ച് വീട്ടാനുണ്ടെങ്കിൽ അതെടുക്കാം. അങ്ങനെ ആ രൂപത്തിൽ നോമ്പുകൾ പ്രത്യേകം പ്രതിഫലം അർഹിക്കുന്നു ഈ മാസത്തിൽ. നമ്മുടെ നമസ്കാരങ്ങൾക്കും പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾക്കും എല്ലാ ഇബാദത്തുകൾക്കും ഈ മുഹറം മാസത്തിൽ പ്രത്യേകമായ പ്രതിഫലം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനും പുറമെ പ്രത്യേകമായി പറയപ്പെട്ട ഇബാദത്തുകളാണ് മുഹറത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹീന صام رسول الله صلى الله عليه وسلم يوم عاشوراء وأمر بصيامه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയുടെ നോമ്പ് എടുക്കാറുണ്ടായിരുന്നു, സ്വഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഹദീസിന്റെ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയുടെ നോമ്പ് ഇസ്ലാമിന് മുന്നേ എടുത്തിരുന്നു. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകളും ആശൂറയുടെ നോമ്പ് എടുത്തിരുന്നു. മുഹറം 10 നോമ്പ് എടുത്തിരുന്നു. ആ നോമ്പ് അതിന് മുൻപേ ഉണ്ടായിരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് ശേഷവും ഈ നോമ്പ് തുടർന്നു വന്നിരുന്നു. കാരണം അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന അത് ചെയ്യാൻ പാടില്ല എന്നില്ലാത്തിടത്തോളം അതിനു മുമ്പ്, ഇസ്ലാമിന് മുമ്പ് എന്നൊക്കെ തുടർന്നു വന്നിരുന്നോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു വന്നിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ആശൂറയുടെ നോമ്പ്. അപ്പൊ ആശൂറയുടെ നോമ്പ് ഇസ്ലാം വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സാകുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു മുഹറം 10. അതിനുശേഷവും ആശൂറ എന്ന് പറയുന്നത് തന്നെ ആ 10 എന്ന ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മുഹറം 10 നോമ്പ് ഇങ്ങനെ തുടർന്നു വന്നിരുന്നു. എന്തിനാണ് ആ നോമ്പ് എടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് എടുക്കുകയും സ്വഹാബികളോട് മറ്റാരോടും ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തില്ലായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ശറഅക്കിയതിനു ശേഷം എന്ത് ചെയ്തിരുന്നു? ഈ നോമ്പെടുക്കാൻ സ്വഹാബികളോട് കൽപ്പിച്ചിരുന്നു. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വിവരിക്കും. ഇങ്ങനെ ഇത് കേട്ടപ്പോ സ്വഹാബികളോടും ആശൂറയുടെ നോമ്പെടുക്കാൻ, മുഹറം 10 നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച സമയത്ത് അവർ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, ഇന്നഹു യൗമുൻ, ഈ ദിവസം എന്ന് പറയുന്നത്, ഈ മുഹറം 10 എന്ന് പറയുന്നത് തുഅദ്ദിമുഹുൽ യഹൂദ്, യഹൂദികളും അതുപോലെ നസ്വാറാക്കളും ഈ ദിവസത്തെ പരിഗണിക്കുന്നുണ്ടല്ലോ, അവരും ഈ ദിവസത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ, ഇനി ഒരു വർഷം കൂടെ, അടുത്ത ഒരു വർഷം, ഈ ഹദീസിന്റെ സംഭവം നടക്കുന്ന സമയത്ത് സ്വഹാബികൾ ഇത് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരുന്നാൽ ഇൻഷാ അല്ലാഹ് സുംനൽ യൗമത് താസി, ഞാൻ 9ാമത്തെ ദിവസം, അതിന്റെ തലേ ദിവസം മുഹറം 9 കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ജീവനോടുകൂടി ഉണ്ട് എങ്കിൽ ഞാൻ നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അതിനുശേഷമുള്ള ഒരു വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടുകൂടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന് മുന്നേ ഉണ്ടായിരുന്ന നോമ്പാണ്, ആ ഇസ്ലാമിന് ശേഷവും തുടർന്ന് വന്നിരുന്നു. എന്തിനാണ് ആ നോമ്പ് എടുക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു. സ്വഹാബികളോടും അത് പറഞ്ഞു. യഹൂദികളും നസ്വാറാക്കളും ആ നോമ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഖുദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഫറഅൽ യഹൂദു തസൂമു യൗമ ആശുറ, ആശുറന്റെ ദിവസം യഹൂദികൾ നോമ്പെടുക്കുന്നത് കണ്ടു. കാരണം അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ നോമ്പെടുത്തിരുന്നതാണ്. യഹൂദികൾ അവിടെ നോമ്പെടുക്കുന്നത് കണ്ടു. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, നിങ്ങൾ എന്താണ് നോമ്പെടുക്കുന്നത്? നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ ആശുറന്റെ നോമ്പെടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്, ഇത് വളരെ മഹത്തായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. മിൻ അദുവ്വിഹിം, അവരുടെ ശത്രുക്കളിൽ നിന്ന്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൂടെ മൂസാ നബിയുടെ കൂടെ വിശ്വസിച്ച ഇസ്രായേലിയരായ ആളുകളെയും രക്ഷിച്ച ദിവസമാണ്. വഗറക ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും കൂടെ ഉണ്ടായിരുന്ന ശത്രുക്കളെയും അല്ലാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്, ഇത് മഹത്തായ ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ ഫസ്വാമഹു മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദിവസത്തിൽ നോമ്പെടുത്തിരുന്നു. എന്തിനു വേണ്ടി? മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ശുക്റൻ ലില്ലാഹി തആല, അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നേ ദിവസം നോമ്പെടുത്തിരുന്നു, ഫിർഔനെയും കൂട്ടരിൽ നിന്നും രക്ഷിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ. സംഭവം നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടികൊണ്ട് ആ കടലിൽ അടിക്കുകയും ആ കടല് രണ്ടായി പിളരുകയും മരുഭൂമി പോലെ വരണ്ട ഒരു ഭൂമിയായി ആ കടലിന്റെ നടുവിലൂടെ ഒരു പാത ശരിയായി വരികയും മൂസാ നബിയും കൂട്ടരും അതിലൂടെ രക്ഷപ്പെടുകയും ഫിർഔനും കൂട്ടരും അതേ പാത പിന്തുടർന്നു വരുമ്പോ ആ കടലിലേക്ക് മുങ്ങി മരിച്ച സംഭവം നമുക്കറിയാം. അങ്ങനെ അതിന് അള്ളാഹുവിനോട് നന്ദി സൂചിപ്പിക്കുന്നതിനായി, അപ്പൊ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിനുള്ള രൂപങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുക. നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയത്ത്, ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന സമയത്ത്, നമ്മുടെ കച്ചവടങ്ങളിൽ എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകുന്ന ഒരു സമയത്ത്, നമുക്ക് വീട്ടിൽ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സന്തോഷമൊക്കെ വരുന്ന സമയത്ത് ഇബാദത്തുകളിൽ കൂടുതലായി ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു ശൈലി നമുക്കുണ്ടാകണം. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് അത് പല ആഘോഷങ്ങളും പല വേണ്ടാധീനങ്ങളുമായി മാറുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത് കാണുന്നത്. എന്നാൽ നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നേ ദിവസം നോമ്പെടുത്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് അടുത്തവൻ ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളെക്കാൾ മൂസാ നബി എന്ന് പറയുന്നത് ഞങ്ങൾക്കാണ് കൂടുതൽ അടുത്തത്, ഞങ്ങളുടെയാണ് മൂസാ നബി എന്നാണ് പറഞ്ഞത്. മൂസാ നബി നിങ്ങളുടെ അല്ല, മൂസാ നബി ഞങ്ങളാണ് കൂടുതൽ മൂസാ നബിയോട് കൂടുതൽ അടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഫസ്വാമഹു വഅമറ ബിസിയാമിഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് എടുക്കുകയും ഫഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അവിടെ ഉണ്ടായി, സ്വഹാബികളും നിങ്ങളും ഈ നോമ്പ് എടുക്കണം എന്ന കൽപ്പന ഉണ്ടായി. ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, റമളാനിന്റെ നോമ്പിന് മുമ്പ് വരെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നതിനു ശേഷമാണ് യഹൂദികൾ ഈ നോമ്പെടുക്കുന്നതും അത് കാണുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും ഒക്കെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് മുതൽ ഈ നോമ്പ് നിർബന്ധമായിരുന്നു, വാജിബായിരുന്നു. ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു ആശുറന്റെ നോമ്പ്. എന്നാൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിനു ശേഷം കുതിബ അലൈക്കുമുസ് സിയാം
എന്ന ആയത്ത് അവതരിക്കുന്നതോടുകൂടി റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിന് പിന്നാലെ ആഷുറന്റെ നോമ്പ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. ആ ഒരു വാജിബാത്ത് അതിൽ നിന്ന് ഒഴിവായി എന്ന് ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ റമദാനിലെ നോമ്പ് വരുന്നത് വരെ നിർബന്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ ഫർളായ ഒരു നോമ്പായിരുന്നു ആഷുറന്റെ നോമ്പ്. റമദാനിലെ നോമ്പ് വന്നതിന് ശേഷമാണ് ആ ഒരു ആഷുറന്റെ നോമ്പ് പിന്നീട് സുന്നത്താക്കപ്പെട്ടത്. അപ്പൊ അത്രയേറെ മഹത്വമുള്ള ഒരു നോമ്പാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് സ്വഹാബികളോട് പറഞ്ഞതുപോലെ യഹൂദരിൽ നിന്നും വ്യത്യസ്തരാകാൻ വേണ്ടി, അവര് ആ ദിവസത്തെ മഹത്വപ്പെടുത്തുന്ന, ആ ദിവസം നോമ്പെടുക്കുന്നത് കൊണ്ട് അവരിൽ നിന്നും വേറിടുന്നതിന് വേണ്ടി, വ്യത്യസ്തരായി നിൽക്കുന്നതിന് വേണ്ടി 9ാമത്തെ ദിവസവും കൂടെ ഞാൻ നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫഖാലിഫു ഫീഹിൽ യഹൂദ്, നിങ്ങൾ യഹൂദികളിൽ നിന്നും വ്യത്യസ്തരാകണം. സൂമു ഖബ്ലഹു യൗമൻ ഔ ബഅദഹു യൗമൻ, നിങ്ങൾ അതിന് ശേഷമുള്ള ഒരു ദിവസം, മുമ്പുള്ള ഒരു ദിവസം നോമ്പെടുക്കുക എന്ന ഒരു റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിനെ ചില പണ്ഡിതന്മാർ ഹസനാണ് എന്നും, എന്നാൽ ചില പണ്ഡിതന്മാർ അതിന്റെ റാബിമാരിൽ ചെറിയ ന്യൂനതകളുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും അത് ദഈഫാണ് എന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മുഹറത്തിന്റെ തൊട്ട് ശേഷമുള്ള ദിവസം 11ഉം 9ഉം 2 ദിവസവും നോമ്പെടുക്കണം എന്ന് പറയുന്ന ഈ ഒരു ഹദീസ്, ആ ഒരു ഹദീസിൽ ന്യൂനതകളുണ്ട് എന്ന്, അതുപോലെ തന്നെ ആ ന്യൂനത പരിഗണിക്കേണ്ടതല്ല എന്നും അത് ഹസനാണ് എന്നും രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരും ഉണ്ട്. ആ ഹദീസിന്റെ ദഅഫത്ത് എന്ന് പറയുന്നത്, അതിന്റെ ദുർബലത എന്ന് പറയുന്നത് യസീറുൻ, വളരെ ചെറിയൊരു ന്യൂനതയാണ്. അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവാക്കി ഉണ്ടാക്കപ്പെട്ട ഹദീസോ അങ്ങനൊന്നുമല്ല. അത് അമലിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് ആയതുകൊണ്ട് അതിനെ പരിഗണിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് അവിടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതൊരു സുന്നത്താണ് എന്ന പരിഗണനയല്ല, അത് മുസ്തഹബായ ഒരു നോമ്പാണ് എന്ന നിയ്യത്തിൽ ഒരു നോമ്പ് 11ാമത്തെ ദിവസവും എടുക്കാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോ 9ാമത്തെ ദിവസവും 10ാമത്തെ ദിവസവും 11ാമത്തെ ദിവസവും നോമ്പ് എടുക്കാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആ ഹദീസ് ദഈഫ് ആയതുകൊണ്ട് ആ ഒരു പരിഗണന 11ാമത്തെ ദിവസത്തെ നോമ്പിനില്ല എന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അങ്ങനെ മുസ്തഹബായതുകൊണ്ട്, അങ്ങനെ ഹദീസിൽ ചെറിയൊരു ന്യൂനത ആയതുകൊണ്ട് അങ്ങനെ ഒരാൾ 3 ദിവസവും നോമ്പെടുത്താൽ അതൊരു ബിദ്അത്താണ് എന്ന് പറയാവതല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. വല്ലാഹു അലം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ, മാ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു ദിവസവും, റമളാനിൽ അല്ലാതെ വേറെ ഒരു ദിവസവും ഇതുപോലെ നോമ്പെടുക്കാൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം, ഈ ഒരു ദിവസം അഥവാ ആഷൂറ, അതിന്റെ മുഹറം 10ന്റെ ദിവസം നോമ്പെടുക്കാൻ കാണിച്ച ഒരു ആവേശം വേറൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ ആവേശത്തോടുകൂടി, അത്രയേറെ താല്പര്യത്തോടുകൂടി, അതാണ് യതഹറ, ആവേശം കാണിച്ചിരുന്നു എന്നാണ്, അതിനുവേണ്ടി ഒരു താല്പര്യം കാണിച്ചിരുന്നു എന്നാണ്. അപ്പൊ ആ നോമ്പ് ആ രൂപത്തിൽ തന്നെ നമ്മളും പരിഗണിക്കുകയും അതിനെ മഹത്വപ്പെടുത്തുകയും ആ നോമ്പെടുക്കാൻ ആ ഒരു ആവേശം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സിയാമു യൗമ ആഷുറ, ആഷുറന്റെ ദിവസം അഥവാ മുഹറം 10, സിയാമു യൗമി ആഷുറ ഇന്നി അഹ്തസിബു അലല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു? അലല്ലാഹി അൻ യുകഫിറ സനതല്ലദി ഖബ്ല, ആ ഒരു ദിവസത്തെ നോമ്പെടുക്കുന്നതോടുകൂടി അതിനു മുമ്പുള്ള ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അള്ളാഹു എനിക്ക് പുറത്തു തരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നമ്മൾ അറഫയുടെ നോമ്പെടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അതുപോലെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കാൻ അറഫയുടെ നോമ്പ് കാരണമാകുമെന്ന്. അതുപോലെ തന്നെ ആഷുറന്റെ നോമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ഒരാൾക്ക് പുറത്തു കിട്ടാൻ കാരണമാകുമെന്ന്. അത്ര വലിയ ഒരു ചാൻസാണ്. അന്ന് ആ ഒരു ദിവസം യാത്രകളുണ്ട്, അന്ന് തിരക്കാണ്, അന്ന് ഇവിടെ ഉണ്ടാവൂല, അന്ന് നോമ്പെടുക്കൽ ബുദ്ധിമുട്ടാണ്, ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് പരമാവധി നമ്മൾ ആ നോമ്പിനെ ഒഴിവാക്കാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാം.
അത്ര വലിയ ചാൻസുകൾ നമുക്ക് കിട്ടും. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാന്ന് പറഞ്ഞാൽ എത്രയോ തെറ്റുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ, ഗൗരവം കൊടുക്കാതെ, അതൊക്കെ വലിയൊരു വിഷയമാണ്. ഗൗരവം കൊടുക്കാതെ അന്നതൊരു തെറ്റാണ് എന്ന പരിഗണന പോലും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സാധാരണയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ തെറ്റുകളുണ്ട്. നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. ഈ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ എങ്ങനെ തൗബ നടത്തുക? നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്കാണ് നമ്മൾ തൗബ നടത്തുക, ഇസ്തിഗ്ഫാർ ചോദിക്കുക. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അറിയാതെ, എന്നാൽ പലപ്പോഴും അറിയാതെ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നിസ്സാരമാക്കി കാണുന്നത് കൊണ്ടാണ്, അതൊരു തെറ്റാണ് എന്ന പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ മുഴുവൻ തെറ്റുകളും ഒരാൾക്ക് പുറത്തു നൽകുമെന്നാണ് ആശൂറയുടെ നോമ്പ്. അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ കൊടുക്കേണ്ടത്. എന്നാൽ ഈ തെറ്റുകളിൽ വൻ പാപങ്ങൾ പെടുകയില്ല എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാ, യുകഫിറു കുല്ല ദുനൂബി സ്വഗായിർ, ചെറിയ പാപങ്ങൾ പുറത്തു കിട്ടും എന്നതാണ് ഇതിന്റെ അർത്ഥം. അഥവാ ഈ നോമ്പ് കൊണ്ട്, അശുറന്റെ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ, വൻ പാപങ്ങൾക്ക് പ്രത്യേകമായ തൗബയും ഇസ്തിഗ്ഫാറും വേണമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അതുകൊണ്ട് ചെറിയ പാപങ്ങളെല്ലാം ദുനൂബഹു കുല്ലഹാ ഇല്ലൽ കബായിർ, വലിയ പാപങ്ങൾ ഒഴിച്ചുള്ള, വൻ പാപങ്ങൾ ഒഴിച്ചുള്ള ചെറു പാപങ്ങളെല്ലാം പുറത്തു നൽകുമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയാ, വതക്ഫീറു ത്വഹാറ, ശുദ്ധിയാകൽ. നമ്മൾ പറയാറുണ്ട്, ഉളു എടുക്കുന്നതിന് ശേഷം അയാളുടെ ശരീരത്തിൽ നിന്ന് ഓരോ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇറ്റു വീഴുന്നതോടുകൂടി അയാളുടെ ഓരോ പാപങ്ങൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയാറുണ്ട്, പള്ളിയിലേക്ക് ഓരോ കാലടികൾ വെക്കുമ്പോഴും ഒരാളുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ ദർജകൾ വർദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. വസ്സലാത്ത്, നമ്മുടെ നമസ്കാരങ്ങൾ, വസ്സിയാം, റമളാനിലെ നമ്മുടെ നോമ്പുകളും, അറഫ, അറഫയിലെ നോമ്പും, ആശുറയുടെ നോമ്പും, ഇതെല്ലാം ലിസ്സഗായിരി ഫഖത്ത്, ഇതെല്ലാം ഒരാളുടെ വൻ പാപങ്ങൾ ഒഴികെയുള്ള ചെറു പാപങ്ങളെ മായ്ച്ചു കളയുമെന്നാണ്. അപ്പോ ആ രൂപത്തിൽ ഒരു മഹത്വം കൊടുക്കാൻ, ഒരു ആവേശം കാണിക്കാൻ, ആ നോമ്പിനെ ആ രൂപത്തിൽ ഒന്ന് ആദരിക്കാനും ആ നോമ്പ് എടുക്കാനും പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രതിഫലങ്ങൾ നമ്മൾ അതുപോലെ ആഗ്രഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. الله سبحانه وتعالى പവിത്രമാക്കിയ ഈ ഒരു മാസത്തിൽ തെറ്റുകൾക്ക് എത്ര കണ്ട് ഗൗരവമുണ്ട് എന്നും തിന്മകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധയും കാണിക്കാതെ നീങ്ങുന്നതിന്റെ ഗൗരവവും ഒക്കെ നമ്മൾ പറഞ്ഞു. പലപ്പോഴും ഇബാദത്തുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിലും, ആ നോമ്പെടുക്കുന്നതിലാണെങ്കിലും, ഖുർആനിന്റെ പാരായണങ്ങളാണെങ്കിലും, നമസ്കാരങ്ങളാണെങ്കിലും, സുന്നത്തുകളാണെങ്കിലും, ഇബാദത്തുകൾക്കും ദിക്റുകൾക്കും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോഴും പലപ്പോഴും ഈ ഒരു പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നതിൽ, തിന്മകളിൽ ഏർപ്പെടുക എന്നുള്ളതിൽ നിന്ന് പലപ്പോഴും നമ്മൾ വിട്ടു നിൽക്കാറില്ല എന്നുള്ളത്. ഒരു വേള നമ്മൾ ചിന്തിക്കണം, ഞാൻ ദേഷ്യമുള്ള ആളാണ്, ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളാണ്, എന്റെ ദേഷ്യമൊക്കെ ഈ മാസം ഒന്ന് കുറയണം, അല്ലെ? ഫഇന്നൽ ഗളബ, ദേഷ്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശൈത്താൻ, അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ദേഷ്യപ്പെട്ട ഒരാൾ സംസാരിച്ചതിന്റെ പേരിൽ 60 വർഷത്തെയോ 70 വർഷത്തെയോ ഉള്ള അമലുകൾ ബാത്തിലായി പോയി എന്നൊക്കെ സലഫുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വലിയ ഗൗരവമുള്ള വിഷയമാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കൽ, ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, ആളുകളുടെ കുറ്റം പറയൽ, ഒരാളുടെ പാപത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുക എന്നുള്ളത്, ഏഷണിയും പരദൂഷണമൊക്കെ പറയുക, അതിൽ നിന്നൊക്കെ എല്ലാ സമയവും വിട്ടു നിൽക്കുക. പ്രത്യേകിച്ച് മുഹറം മാസത്തിലൊക്കെ, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നും, മോശപ്പെട്ട ചർച്ചകളിൽ നിന്നും ഒക്കെ നമ്മൾ മാറി നിൽക്കുക. മ്യൂസിക് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ പരമാവധി വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ കാണിക്കേണ്ടതും. അതിപ്പോ ഒരു റീലിലല്ലേ, അതിപ്പോ ഒരു പരസ്യത്തിൽ ഇങ്ങനെ കണ്ടതല്ലേ, അതിപ്പോ ഇങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണലല്ലേ, വെറുതെ ഒരു 2 മിനിറ്റ് അല്ലേ, ആസ്വദിക്കലല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഇങ്ങനെ തിന്മക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ചും ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. അതുപോലെ തന്നെ
ഈ ഒരു മാസത്തിൽ നമ്മൾ സാധാരണയായി കാണാറുള്ളതാണ്. ഈ മാസത്തിനൊരു ശകുനം പറയും. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ മുഹറം 10 കഴിയട്ടെ. പല ആളുകളും പല ഉസ്താദുമാരും ഈ മുഹറം മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരു ശകുനമുണ്ട്, ഒരു മോശം സമയമാണ് പറഞ്ഞുകൊണ്ട് വർഷത്തിലെ പല മാസങ്ങളിലെയും പല സമയങ്ങളെയും പല ദിവസങ്ങളെയും ചില ചൊവ്വാഴ്ചകൾക്ക് പ്രയാസമുണ്ട്. ഈ ചൊവ്വാഴ്ച മുഹറം ഒന്നും കൂടെ ഒരുമിച്ച് വന്നാൽ ഇപ്പൊ എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആളുകളും മുഹറം മാസത്തിൽ കല്യാണങ്ങൾ നടക്കാൻ പാടില്ല, യാത്രകൾ ഒഴിവാക്കുക, പെരതാമസം പറ്റൂല, അങ്ങനെ ആ രൂപത്തിൽ ആ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാത്ത ഒരു പ്രത്യേകത കൽപ്പിക്കുക. പ്രത്യേകമായ ഒരു മോശം സമയമാണ്. യാത്രകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, പരമാവധി എല്ലാം ഒഴിവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. അള്ളാഹുവിന്റെ മാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുമ്പോൾ, അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണ് എന്ന് പറയുമ്പോൾ ആ മാസത്തിൽ എന്തോ ഒരു ദുഷിപ്പുണ്ട്, ആ മാസത്തിൽ എന്തോ ഒരു മോശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാസത്തിന് ഒരു മോശം കൽപ്പിക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഏറെ ഗൗരവത്തോടുകൂടി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നോമ്പിന്റെ പശ്ചാത്തലം എടുത്തു പറയാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ചില റിവായത്തുകളിൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ ഒരു മാസമാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. എന്നിരുന്നാലും പല ആളുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഹറം 10 നോമ്പ് എന്ന് പറയുന്നത് ഒരു ദുഃഖാചരണത്തിന്റെ പേരിലാണ് ആചരിക്കുന്നത്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വധിക്കപ്പെട്ട ചരിത്രത്തിന്റെ കറുത്ത ഏടാണ് മുഹറം 10. അതുകൊണ്ട് അതിന്റെ പേരിലാണ് നോമ്പെടുക്കുന്നത് എന്നൊക്കെയുള്ള വാസ്തവ വിരുദ്ധമായ ഒരു പശ്ചാത്തലം ഈ നോമ്പിലേക്ക് കൊടുക്കാറുണ്ട്. ശരിയാണ്, അതൊരു കറുത്ത ഏട് തന്നെയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ദുഃഖത്തിന്റെ ഒരു വേള തന്നെയാണ്. എന്നാൽ ഒരു പക്ഷെ ആ ഒരു ദിവസം കൊണ്ടായിരിക്കാം, അതായിരിക്കാം ഇതിന്റെ പശ്ചാത്തലം എന്ന് വിചാരിച്ചല്ല നമ്മൾ ഈ ദിവസം നോമ്പെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നതും ആ ഇബാദത്തുകളുടെ പിന്നിലുള്ള ഹിക്മത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിലൊന്നുമല്ലാത്ത ഒരു ചരിത്ര സംഭവത്തെ അതിലേക്ക് ബന്ധപ്പെടുത്തി ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷിയാക്കളായ ആളുകൾ റോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഈ കർബലയിലെ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ നോമ്പിനെ പല ആളുകളും അതിനെ ബന്ധപ്പെടുത്തി അതിലൊരു പശ്ചാത്തലം ഈ നോമ്പിലേക്ക് ചേർത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് എടുക്കാൻ നമ്മളോട് കൽപ്പിച്ചതോ, ഈ നോമ്പ് എടുക്കാൻ സ്വഹാബികളോട് കൽപ്പിച്ചതോ നമ്മളെ പഠിപ്പിച്ചതോ ഒന്നും ആ ഒരു പശ്ചാത്തലത്തിലല്ല എന്ന ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു ഗൗരവം, ആ ദിവസത്തിന്, ആ മഹത്വത്തിന് നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ മുഹറം മാസത്തിൽ പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന നോമ്പുകളും ഇബാദത്തുകളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും ദിക്റുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും നമ്മൾ അറിയാതെയും ഒക്കെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എടുക്കാനിരിക്കുന്ന ആ ഒരു നോമ്പ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറച്ച് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പുമാര്, ഉമ്മമാര്, കാരണവന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിന്റെ വരാന്തകളിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ ദിവസത്തെ കഴിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊണ്ടും ഭീതി കൊണ്ടുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഖിമിസ് സ്വലാത്ത്.